മാധവേട്ട, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവനെ നമ്മുടെ വിനുമോൻ. അവനെ ആരോ ചതിച്ചതാ. ചന്ദ്രു, ഇത് റോഡാണ്, കരയരുത്. ആൾക്കാർ ശ്രദ്ധിക്കും. മാധവേട്ട, അവര് വിനുവിനെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ലല്ലോ. പോട്ടെ ചന്ദ്രു, രാത്രിക്ക് ഒരു പകലുണ്ടാകുമല്ലോ. മാധവേട്ട, ഇന്നുവരെ ഒരു സ്കൂട്ടർ പോലും ഓടിച്ചിട്ടില്ലാത്ത വിനു എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടാക്കി കൊല്ലുന്നത്? അത് തന്നെയാ ചന്ദ്രു ഞാനും ആലോചിക്കുന്നത്. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാള് ആക്സിഡന്റിന് കാരണക്കാരനാവുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ വിനുമോനെ ആരോ കുരുക്കിയതാ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടത്തില്ലല്ലോ ചന്ദ്രു. മാധവേട്ട, ഈ സമയത്ത് വിക്രമനെ വിളിക്കാൻ പറ്റില്ലല്ലോ. പന്തിനെ കൊണ്ട് ജഗനോട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാം. ജഗനാകുമ്പോ പോലീസിലൊക്കെ പിടിപാട് കാണും. ഒന്നുമില്ലെങ്കിലും കാര്യങ്ങളെങ്കിലും ചോദിച്ചു പറയുമല്ലോ. അത് വേണോ ചന്ദ്രു? വേണം. വിളിക്കും മാധവേട്ട. അച്ഛനാണല്ലോ. അച്ഛാ. മോളെ, ജഗനില്ലേ? ആ ഉണ്ടല്ലോ. എന്താ അച്ഛാ? മോളെ, നമ്മുടെ വിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യോ അച്ഛ, വിനുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? എന്തിന്? ടെൻഷൻ അടിക്കണ്ടെന്ന് പറ. ഞാനിപ്പോ തന്നെ ജഗനോട് കാര്യം പറയാം. ഈ ആക്സിഡന്റ് കേസൊക്കെ വെറുതെ ഉണ്ടാക്കിയത് അവനെ വഴിയുള്ളൂ. നിങ്ങളിപ്പോ വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാൻ ജഗന്റെ അടുത്ത് കാര്യം പറയട്ടെ. ശരി മോളെ. ഈശ്വരാ. ചെറിയൊരാശ്വാസം കിട്ടി. ഇനി ജഗൻ നോക്കിക്കോളും മാധവേട്ട.